ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായി ഞാൻ 1.5 കിലോ എല്ലോട് കൂടിയ ബീഫും 1/2 കിലോ കപ്പയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 7-8 ചെറിയ ഉള്ളി, ഇടത്തരം വലിപ്പമുള്ള ഒരു വെളുത്തുള്ളി അല്ലികളാക്കിയത്, 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7-8 പച്ചമുളക്, ഇവ ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായി അരച്ചെടുക്കുക. അടുത്തതായി നമുക്കൊരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് റെഡിയാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ഒരു 5 വിസിലോളം നമുക്ക് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ബീഫ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. കപ്പയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കുക. കപ്പ ഇപ്പോൾ 3/4 വേവോളം ആയിരിക്കുകയാണ്. കപ്പ നല്ലവണ്ണം വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതിനുശേഷം അത് ഊറ്റി നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി അടികട്ടിയുള്ള ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടു പൊട്ടിച്ചെടുക്കുക. കടു പൊട്ടി വരുമ്പോൾ അതിലേക്ക് പട്ട, പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പു ഇവ ചേർത്ത് നന്നായി പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസിലുള്ള 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് അതിനോടൊപ്പം തന്നെ അല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ മസാലകളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി അല്പനേരം തിളച്ച് വരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. തിളച്ച് വന്ന ഗ്രേവിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കപ്പ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. കപ്പ ചെറുതായി ഒന്ന് ഈ സമയത്ത് ഉടച്ച് ചേർക്കുന്നത് നന്നായിരിക്കും. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിന് മുകളിലായി തേങ്ങ വറുത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ 1 മുറി തേങ്ങയുടെ പീര വറുത്ത് ചേർക്കുകയാണ്. വറുത്ത് ചേർത്ത് അതിനു മുകളിലായി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും തൂകി അതിനു മുകളിലായി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം പച്ച വെളിച്ചെണ്ണയുടെയും കുരുമുളകിൻ്റെയും തേങ്ങ വറുത്തതിൻ്റെയും നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നതാണ്. നന്നായി ചേർത്ത് ഇളക്കി അതിനു മുകളിലായി ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കപ്പ ബിരിയാണി റെഡിയായി വന്നിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക.